ദശകം 82 ബാണയുദ്ധവും മൃഗമോക്ഷവും. പ്രദ്യുമ്നോ രൗക്മിണേയ സകലു തവകലാ ശംബരേണാഹൃതസ്ഥം ഹത്വാ രത്യാസഹാപ്തോ നിജപുരമഹരത് രുക്മികന്യാം ച ധന്യാം തത്പുത്രോ ധാനിരുദ്ധോ ഗുണനിധിരവഹത് രോചനാം രുക്മിപൗത്രീം തത്രോദ്വാഹേ ഗതസ്ത്വം നവതി മുസലിനാ രുക്മ്യഭിദ്യൂതവൈരാത്. പ്രദ്യുമ്നഃ രൗക്മിണേയഃ സഖലു തവ കലാശംബരേണ ആഹൃതഃ തം ഹത്വാ രത്യാ സഹ ആപ്തഃ നിജപുരം അഹരത് രുക്മികന്യാം ച ധന്യാം തത്പുത്രഃ അഥ അനിരുദ്ധഃ ഗുണനിധിഃ അവഹത് രോചനാം രുക്മിപൗത്രീം തത്ര ഉദ്വാഹേ ഗതഃ ത്വം നവധി മുസലിനാ രുക്മി അഭി ദ്യൂതവൈരാത്. പ്രദ്യുമ്നഃ രൗക്മിണേയഃ സഖലു തവകല. പ്രദ്യുമ്നൻ രുക്മിണിയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ച പുത്രൻ, തവകല ഭഗവാന്റെ തന്നെ അംശാവതാരമായിട്ടുള്ളതാണ് പ്രദ്യുമ്നൻ. ആ പ്രദ്യുമ്നനെ ശംബരേണ ആഹൃതഃ, ശംബരൻ എന്നു പേരായി അസുരൻ അപഹരിച്ചു കൊണ്ടുപോയി. അതിനുശേഷം തം ഹത്വ, അയാളെ ആ ശംബരാസുരനെ വധിച്ചിട്ട് രത്യാസഹ ആപ്തഃ, രതീദേവിയുടെ പുനർജന്മമായ മായാവതി എന്നു പേരുള്ള ആ പ്രദ്യുമ്നൻ്റെ പത്നിയുമായിട്ട് തിരികെ ദ്വാരകയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് രുക്മികന്യാം ച ധന്യാം തത്പുത്ര അഥ അനിരുദ്ധഃ, പിന്നീട് രുക്മിയുടെ മകളായിരുന്ന രുക്മവതിയെ ഈ പ്രദ്യുമ്നൻ വിവാഹം ചെയ്തു. അവിടെയും ഈ രുക്മിയും ശ്രീകൃഷ്ണനുമായിട്ട് ബദ്ധവൈരികളായിരുന്നു എങ്കിലും ആ രുക്മിയുടെ പുത്രിയായ രുക്മവതിയെ അവളുടെ വിവാഹവേദിയിൽ വച്ചിട്ട് പ്രദ്യുമ്നൻ അപഹരിച്ചു കൊണ്ടുപോകുന്നപ്പോൾ രുക്മിക്ക് എതിർക്കാനായിട്ട് സാധിച്ചില്ല. തൻ്റെ സഹോദരിയായ രുക്മിണിയോടുള്ള സ്നേഹാധിക്യം മൂലമാണ് അവിടെ രുക്മി എതിർക്കാതിരുന്നത് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് തത്പുത്രഃ അഥ അനിരുദ്ധഃ, പിന്നീട് പ്രദ്യുമ്നനുണ്ടായ പുത്രനായിരുന്നു അനിരുദ്ധൻ. ആ അനിരുദ്ധനാണെങ്കിലോ ഗുണനിധിഃ അവഹത് രോചനാം രുക്മിപൗത്രീം. ഇതുപോലെ തന്നെ രുക്മിയുടെ മകൻ്റെ മകളായിരുന്ന ഈ രോചന എന്നു പേരായ രാജകുമാരിയെയും തത്രോദ്വാഹേ ഗതഃ ത്വം നവതി മുസലീനാ രുക്മ്യഭി ദ്യൂതവൈരാത്. ആ രുക്മിയുടെ പൗത്രിയായ രോചനയുടെ വിവാഹ ചടങ്ങിനും ഈ രുക്മിയാൽ ക്ഷണിക്കപ്പെട്ടവരായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനും പരിവാരങ്ങളും ഒക്കെ പോയിരുന്നു. പക്ഷേ അവിടെ വച്ചിട്ട് തത്രോദ്വാഹേ ഗതഃ ത്വം നവതി മുസലിന രുക്മി അഭി ദ്യൂതവൈരാത്. ആ വിവാഹ മംഗളോത്സവങ്ങൾ ഒക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഈ രുക്മിയുടെ ചില സുഹൃത്തുക്കൾ, കലിംഗ രാജാവ് തുടങ്ങിയ സുഹൃത്തുക്കളാൽ പ്രേരിതനായ രുക്മി ചൂത് കളിക്കുന്നതിനായിക്കൊണ്ട് ബലരാമനെ ക്ഷണിച്ചു. ഈ ചൂതുകളിയിൽ പലപ്പോഴും വാത് വയ്ക്കാറുള്ള ഒരു രീതിയുണ്ട്. അപ്രകാരം വാത് വെച്ച് കളിച്ച് 3 കളികളിൽ തുടർച്ചയായിട്ട് ബലരാമൻ തോറ്റു. ഓരോ തവണയും കളിയിൽ വാത് വയ്ക്കുമ്പോൾ അതിൻ്റെ ദ്രവ്യം 10 മടങ്ങായിട്ട് വർദ്ധിക്കാറുമുണ്ട്. അങ്ങനെ 3 തവണ ബലരാമദേവൻ തോറ്റപ്പോൾ 4-മത്തെ തവണ ഇതിനേക്കാളൊക്കെ കൂടുതലായ ഒരു തുകയ്ക്കാണ് വാത് വെച്ചത്. ആ കളി ബലരാമൻ ജയിച്ചു. പക്ഷേ രുക്മി അവിടെ കൈതവം ആശ്രിത്യ എന്ന് പറഞ്ഞാൽ നുണ പറഞ്ഞിട്ട്
അയാൾ ജയിച്ചു എന്നാക്കിയെടുത്തു. അത് തീരെ അസഹനീയമായിരുന്നെങ്കിലും ബലരാമൻ സഹിച്ചു. വീണ്ടും അതിനേക്കാൾക്ക് ഉപരിയായ ഒരു വസ്തുവിനെ വാതുവെച്ച് അടുത്ത കളിയും ബലരാമൻ ജയിച്ചു. പക്ഷേ അപ്പോഴും രുക്മി പഴയപടി തന്നെ മറ്റുള്ളവരാൽ പ്രേരിതനായിട്ട് ജയിച്ചതായിട്ട് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ബലരാമദേവൻ്റെ ഉഗ്രമായ കോപത്തിന് പാത്രമായി. തന്നെയുമല്ല, ആദ്യത്തെ 3 തവണയും പരാജിതനായ ബലരാമനെ ഈ കലിംഗ രാജാവും അങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ ചേർന്നുകൊണ്ട് രുക്മിയോടൊപ്പം ചേർന്ന് ബലരാമദേവനെ വല്ലാതെ പരിഹസിക്കുകയും ചെയ്തു. ഈ കാട്ടിൽ മാടും മേച്ച് നടക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ചൂതുകളിൽ പ്രാവീണ്യം ഉണ്ടാവുക, അതെല്ലാം രാജാക്കന്മാരുടെ വിനോദങ്ങളിൽ പെട്ടതല്ലേ എന്നെല്ലാം പറഞ്ഞായിരുന്നു ആ സുഹൃത്തുക്കളൊക്കെ ബലരാമദേവനെ പരിഹസിച്ചത്. ആ പരിഹാസം എല്ലാം അസഹനീയമായി തോന്നിയതും രുക്മി അവസാനം 2 കളികളിൽ തോറ്റിട്ടും സ്വയം വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ആ വാതുവെച്ച തുക മുഴുവൻ എടുക്കുന്നതായും അല്ലെങ്കിൽ അപഹരിക്കുന്നതായും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയ ബലരാമൻ അവിടെ വെച്ചിട്ട് രുക്മിയെ വധിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വിവാഹ മംഗളോത്സവത്തിൽ വെച്ചിട്ട് ആരാണോ ഈ ശ്രീകൃഷ്ണ ഭഗവാനെയും ബലരാമനെയും ഒക്കെ അങ്ങോട്ട് ക്ഷണിച്ചത്, അയാളെ തന്നെ ഈ ദുർദ്യൂതം കാരണം വധിക്കേണ്ടതായി വന്നു. ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ദുർദ്യൂതം എന്ന് പറയുന്നത് അതിൻ്റെ പരിണാമം എന്താണ് എന്നാണ് കുരുക്ഷേത്ര യുദ്ധം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണം തന്നെ ഹസ്തിനപുരത്തിൽ പാണ്ഡവരും കൗരവരും തമ്മിൽ നടന്ന ഒരു ചൂതുകളിയിലായിരുന്നു. അവിടെ ഓരോ വസ്തുക്കളെയും പണയം വെച്ചുകൊണ്ട് ചൂതുകളിയിൽ യുധിഷ്ഠിരൻ ഓരോ തവണയും തോൽക്കുമ്പോൾ വിജയശ്രീലാളിതനായ ദുര്യോധനൻ തൻ്റെ അമ്മാവനായ ശകുനിയെ വെച്ച് ദുർദ്യൂത് കളിച്ചാണ് വിജയം പ്രാപിക്കുന്നത്. അവിടെയെല്ലാം ധാരാളം ചോദ്യങ്ങളും ഉയർന്നിരുന്നു പണയം വയ്ക്കുന്നതിനെ സംബന്ധിച്ചിട്ട്. ആദ്യം സ്വയം പരാജിതനായ ധർമ്മപുത്രർക്ക് എങ്ങനെയാണ് തൻ്റെ സഹോദരന്മാരെ, തൻ്റെ ഭാര്യയാവുന്ന ദ്രൗപദിയെ ഒക്കെ പണയം വയ്ക്കാൻ സാധിക്കുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ദുർദ്യൂതിൻ്റെ പരിണത ഫലമായിരുന്നു മഹാഭാരത യുദ്ധം. അതുപോലെ തന്നെ ഇവിടെയും ഈ ദുർദ്യൂതം കാരണം ആ രുക്മിക്ക് തൻ്റെ ജീവൻ തന്നെ നൽകേണ്ടതായി വന്നു എന്നും ഇവിടെ കാണാം. പ്രദ്യുമ്നോ രൗക്മിണേയ സകലു തവകലാ ശംബരേണാഹൃതസ്ഥം ഹത്വാരത്യാസഹാപ്തോ നിജപുരമഹരത് രുക്മികന്യാം ച ധന്യാം തത്പുത്രോധാനിരുദ്ധോ ഗുണനിധിരവഹത് രോചനാം രുക്മിപൗത്രീം തത്രോദ്വാഹേ ഗതസ്ത്വം ന്യവതി മുസലിനാ രുക്മ്യഭിദ്യൂതവൈരാത് ബാണസ്യ സാ ബലിസുതസ്യ സഹസ്രബാഹോ മാഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോഷാ ത്വത്പൗത്രമേനമനിരുദ്ധമദൃഷ്ടപൂർവം സ്വപ്നേനുഭൂയ ഭഗവൻ വിരഹാതുരാഭൂത് ബാണസ്യ സാ ബലിസുതസ്യ സഹസ്രബാഹോ മാഹേശ്വരസ്യ മഹിതാ ദുഹിതാ കില ഉഷാ ത്വത്പൗത്രം ഏനം അനിരുദ്ധം അദൃഷ്ടപൂർവം സ്വപ്നെ അനുഭൂയ ഭഗവൻ വിരഹ ആതുര അഭൂത്. ബാണസ്യ സ ബലിസുതസ്യ സഹസ്രബാഹോ, ബാണൻ എന്നു പേരായ മഹാബലിയുടെ പുത്രൻ. പ്രഹ്ലാദൻ്റെ പുത്രനായിരുന്നു വിരോചനൻ, വിരോചനൻ്റെ പുത്രനായിരുന്നു മഹാബലി, മഹാബലിയുടെ പുത്രനായിരുന്നു ബാണൻ. ഈ ബാണാസുരന് 1000 കൈകളുണ്ടായിരുന്നു. ഈ 1000 കൈകളെ കൊണ്ടും വാദ്യഘോഷങ്ങളൊക്കെ ഉണ്ടാക്കി മഹാദേവനെ പ്രീണിപ്പിച്ച്
തൻ്റെ കൊട്ടാരത്തിന് കാവൽക്കാരനാക്കിയിരുന്നു. ഭഗവാൻ മഹാദേവനാവട്ടെ തൻ്റെ ഭക്തൻ്റെ ആഗ്രഹം അനുസരിച്ചിട്ട് എന്ത് ആവശ്യപ്പെടുന്നു അതിനെ വരമായി നൽകിക്കൊണ്ട് മഹാദേവനും സ്കന്ദനും എല്ലാം ബാണൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ആ ബാണൻ്റെ പുത്രിയായിരുന്നു കില ഉഷ. ഉഷ എന്നു പേരായ ഒരു പുത്രി ഉണ്ടായിരുന്നല്ലോ. ആ ഉഷയാവട്ടെ ത്വത്പൗത്രം, ശ്രീകൃഷ്ണ ഭഗവാന്റെ മകനായ പ്രദ്യുമ്നയിൽ ഉണ്ടായിരുന്ന അനിരുദ്ധൻ എന്ന് പറയുന്ന പൗത്രനെ പൂർവം അദൃഷ്ട, മുൻപെങ്ങും ഈ ഉഷ അനിരുദ്ധനെ കണ്ടിട്ടില്ല. പക്ഷേ സ്വപ്നെ അനുഭൂയ, സ്വപ്നത്തിൽ അനിരുദ്ധനെ കണ്ടിട്ട് വിരഹാതുരാഭൂത്, അവൾ വിരഹദുഃഖിതയായി തീർന്നു. പ്രഹ്ലാദൻ്റെ പൗത്രൻ മഹാബലിയുടെ പുത്രനായിരുന്ന ബാണൻ മഹാദേവൻ്റെ ഉത്തമ ഭക്തനായിരുന്നു. തൻ്റെ 1000 കൈകളെ കൊണ്ട് വാദ്യഘോഷങ്ങളെല്ലാം മേളനം ചെയ്ത് മഹാദേവനെ പ്രീണിപ്പിച്ച ആ ബാണൻ്റെ പുത്രിയായിരുന്നു ഉഷ. ഈ ഉഷ ഒരിക്കൽ സ്വപ്നത്തിൽ അനിരുദ്ധനെ കണ്ടിട്ട് വിരഹദുഃഖമുള്ളവളായി തീർന്നു. ബാണസ്യ സാ ബലിസുതസ്യ സഹസ്രബാഹോ മാഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോഷ ത്വത്പൗത്രമേനമനിരുദ്ധമദൃഷ്ടപൂർവം സ്വപ്നേന ഭൂയ ഭഗവൻ വിരഹാതുരാഭൂത്. യോഗിന്യതീവ കുശലാ ഖലു ചിത്രലേഖാ തസ്യാ സഖി വിലിഖതി തരുണാനശേഷാൻ തത്ര അനിരുദ്ധമുഷയാ വിദിതം നിശായാം ആനിഷ്ടയോഗബലദോ ഭവതോ നികേതാത്. യോഗിനി അതീവ കുശല ഖലു ചിത്രലേഖ തസ്യാ സഖി വിലിഖതി തരുണാൻ അശേഷാൻ തത്ര അനിരുദ്ധം ഉഷയാ വിദിതം നിശായാം ആനിഷ്ട യോഗബലദഃ ഭവതഃ നികേതാത്. യോഗിനി അതീവ കുശല ഖലു ചിത്രലേഖ. ഈ ഉഷയുടെ ഒരു തോഴിയായിരുന്നു ചിത്രലേഖ. ചിത്രലേഖ ഒരു യോഗിനിയായിരുന്നു, അതീവ കുശല, വളരെ സാമർഥ്യമുള്ളവളുമായിരുന്നു. തസ്യാഹ സഖി, അവളുടെ സഖി, ഉഷയുടെ സഖിയായിരിക്കുന്ന ഈ ചിത്രലേഖ വിലിഖതി തരുണാൻ അശേഷാൻ, അവൾ ആ സമയത്തുള്ള യൗവനാവസ്ഥയിലുള്ള എല്ലാ രാജാക്കന്മാരുടെയും പടം വരച്ച് കാണിച്ചു ഉഷയെ. തത്ര അനിരുദ്ധം ഉഷയാ വിദിതം, അപ്പോൾ ഉഷയുടെ സ്വപ്നത്തിൽ ദർശിച്ച ആ കുമാരൻ അനിരുദ്ധൻ ആണ് എന്ന് ഈ ചിത്രലേഖയ്ക്ക് മനസ്സിലായി. അപ്പോൾ വളരെ യോഗബലം ഉള്ളവളായി ചിത്രലേഖ എന്തു ചെയ്തു? നിശായാം ആനേഷ്ട, രാത്രി ഭവതഃ നികേതാത് ആനേഷ്ട, ദ്വാരകയിൽ ഉറങ്ങിക്കിടന്നിരുന്ന അനിരുദ്ധനെ ഈ ചിത്രലേഖ തൻ്റെ യോഗബലം കൊണ്ട് ഉഷയുടെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചു. യോഗിനിയും അതീവ സമർത്ഥയുമായിരുന്ന ചിത്രലേഖ എന്ന ഈ തോഴി ഉഷ സ്വപ്നത്തിൽ കണ്ട പുരുഷൻ ആര് എന്നറിയുന്നതിനായിട്ട് ആ സമയത്ത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ പടങ്ങളൊക്കെ വരച്ച് കാണിച്ചു. ഓരോ പടങ്ങൾ വരയ്ക്കുമ്പോഴും അത് ഉഷയെ കാണിച്ചിട്ട് ഇതാണോ ഇതാണോ എന്ന് ചോദിച്ച് അവസാനം പ്രദ്യുമ്നനെ വരച്ച് കാണിച്ചപ്പോൾ ഉഷ ഇതാണ് ഞാൻ കണ്ട ആൾ എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ യോഗിനിയായിരിക്കുന്ന ഈ ചിത്രലേഖ ദ്വാരകയിൽ ഉറങ്ങിക്കിടക്കുന്ന അനിരുദ്ധനെ ബാണാസുരൻ്റെ കൊട്ടാരത്തിൽ ഉഷയുടെ മുറിയിലേക്ക് കൊണ്ടുവന്നു കൊടുത്തു. യോഗിന്യതീവ കുശലാ ഖലു ചിത്രലേഖ തസ്യാ സഖി വിലിഖതി തരുണാനശേഷാൻ
തത്രാനിരുദ്ധമുഷയാ വിദിതം നിശായാം ആനേഷ്ടയോഗബലതോ ഭവതോ നികേതാത്. കന്യാപുരേ ദൈതയാ സുഖമാരമന്ദം ചൈനം കദഞ്ജന ബന്ധുഷി സർവബന്ധൗ ശ്രീനാരദോക്തദ്വന്ദ്വദുരന്തരോഷൈ ത്വം തസ്യ ശോണിതപുരം യദുഭിർനിരുന്ദാഃ. കന്യാപുരേ ദൈതയാ സുഖം ആരമന്ദം ച ഏനം കഥഞ്ചന ബബന്ധുഷി സർവബന്ധൗ ശ്രീനാരദ ഉക്ത തദ് ഉദന്ത ദുരന്തരോഷൈഃ ത്വം തസ്യ ശോണിതപുരം യദുഭിഃ നിരുന്ദാഃ. കന്യാപുരേ ദൈതയാ സുഖം ആരമന്ദം. ആ കന്യകയായിരിക്കുന്ന ഉഷയുടെ പുരത്തിൽ, അന്തപുരത്തിൽ സുഖം ആരമന്ദം, വളരെ സുഖമായിട്ട് രമിച്ചിരുന്ന ആ അനിരുദ്ധനെ ച ഏനം കഥഞ്ചന ബന്ധുഷി സർവബന്ധവും, മഹാദേവൻ്റെ ബന്ധുവായിരിക്കുന്ന അല്ലെങ്കിൽ മഹാദേവൻ്റെ ഭക്തനായിരിക്കുന്ന ഈ ബാണൻ കഥഞ്ചന ഏതെങ്കിലും പ്രകാരത്തിൽ ബബന്ധുഷി ബന്ധിച്ചു അനിരുദ്ധനെ. ശ്രീനാരദോക്ത തദുദന്ത ദുരന്തരോഷൈഹി, ശ്രീനാരദൻ വന്ന് ശ്രീകൃഷ്ണ ഭഗവാനോട് ഇപ്രകാരം അനിരുദ്ധൻ ബാണാസുരൻ്റെ കൊട്ടാരത്തിൽ ബന്ധനസ്ഥനാണ് എന്ന് പറഞ്ഞ വാർത്ത കേട്ടപ്പോൾ ദുരന്തരോഷൈഹി, അന്തമില്ലാത്ത രോഷത്തോടു കൂടിയവനായ ശ്രീകൃഷ്ണ ഭഗവാൻ തസ്യ ശോണിതപുരം, അയാളുടെ ശോണിതപുരം എന്ന് പറയുന്ന ആ പുരത്തെ യദുഭിഃ നിരുന്ദാഃ, യാദവ സൈന്യത്തോടു കൂടി ചെന്ന് വളഞ്ഞു. സഖിയായ ചിത്രലേഖയുടെ സഹായത്തോടുകൂടി ദ്വാരകയിൽ ഉറങ്ങിക്കിടന്നിരുന്ന അനിരുദ്ധനെ ബാണാസുരൻ്റെ കൊട്ടാരത്തിൽ ഉഷയുടെ അന്തഃപുരത്തിലേക്ക് എത്തിച്ചിട്ട് അവിടെ ഉഷ ഈ അനിരുദ്ധനുമായിട്ട് രമിച്ച് കഴിയുന്നതിനിടയിൽ ശിവഭക്തനായിരുന്ന ഈ ബാണാസുരൻ ഈ വിവരങ്ങൾ ഒക്കെ മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും വിധത്തിൽ അനിരുദ്ധനെ ബന്ധനസ്ഥനാക്കി. ദ്വാരകയിൽ നിന്നും കാണാതായ അനിരുദ്ധനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നാരദമുനി ചെന്ന് ശ്രീകൃഷ്ണ ഭഗവാനോട് അനിരുദ്ധൻ ബാണാസുരൻ്റെ കൊട്ടാരത്തിൽ ബന്ധനസ്ഥനാണ് എന്നുള്ള വിവരം ധരിപ്പിച്ചപ്പോൾ ഉഗ്രമായ കോപത്തോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാനും യാദവ സൈന്യവും കൂടി വന്ന് ഈ ശോണിതപുരം എന്ന് പറയുന്ന ബാണാസുരൻ്റെ പുരത്തെ വളഞ്ഞു. കന്യാപുരേ ദൈതയാ സുഖമാരമന്ദം ചൈനം കഥഞ്ചന ബന്ധുഷി സർവബന്ധൗ ശ്രീനാരദോക്ത തദുദന്ത ദുരന്തരോഷൈ ത്വം തസ്യ ശോണിതപുരം യദുഭിർനിരുന്ദാഃ. പുരീപാലശൈലപ്രിയദുഹിതൃനാഥോസ്യ ഭഗവാൻ സമം ഭൂതവ്രാതൈർയദുബലമശങ്കം നിരുരുധേ മഹാപ്രാണോ ബാണോ ഝടിതി യുയുധാനേന യുയുധേ ഗുഹ പ്രദ്യുമ്നേന ത്വമപി പുരഹന്ത്രാ ജഗടിഷേ. പുരീപാല ശൈലപ്രിയദുഹിതൃനാഥഃ അസ്യ ഭഗവാൻ സമം ഭൂതവ്രാതൈഃ യദുബലം അശങ്കം നിരുരുധേ മഹാപ്രാണഃ ബാണഃ ഝടിതി യുയുധാനേന യുയുധേ ഗുഹഃ പ്രദ്യുമ്നേന ത്വം അപി പുരഹന്ത്രാ ജഗടിഷേ. പുരീപാല, ബാണൻ്റെ ശോണിതപുരം കാക്കുന്ന ആ മഹാദേവനെ എപ്രകാരമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്? ശൈലപ്രിയ ദുഹിതൃ, ശൈലം ഹിമവാൻ, ഹിമവാൻ്റെ പ്രിയയായ ദുഹിതൃ പുത്രി പാർവതീദേവി, ആ പാർവതീദേവിയുടെ നാഥനായിരിക്കുന്ന മഹാദേവൻ അസ്യ ഭഗവാൻ, ആ മഹാദേവൻ സമം ഭൂതവ്രാതൈഹി, തൻ്റെ ഭൂതഗണങ്ങളോട് കൂടി യദുബലം അശങ്കം നിരുരുതേ, യാദവ സൈന്യത്തോട് യാതൊരു ശങ്കയുമില്ലാതെ അവരെ നിരോധിച്ചു, തടഞ്ഞു. മഹാപ്രാണഃ ബാണഃ ഝടിതി യുയുധാനേന യുയുധേ,
മഹാപരാക്രമിയായിരിക്കുന്ന അല്ലെങ്കിൽ അനന്ത ബലശാലിയായിരിക്കുന്ന ഈ ബാണനാവട്ടെ പെട്ടെന്ന് തന്നെ യുയുധാനേന സാത്യകിയോടുകൂടി, യുയുധാനൻ സാത്യകിയോടുകൂടി യുദ്ധം ചെയ്തു. ഗുഹൻ സുബ്രഹ്മണ്യനാവട്ടെ പ്രദ്യുമ്നോട് യുദ്ധം ചെയ്തു. ത്വം ശ്രീകൃഷ്ണ ഭഗവാനാകുന്ന അങ്ങാവട്ടെ പുരഹന്ത്ര ജഗഡിഷേ, ത്രിപുരങ്ങളെ ഹനിച്ചവൻ, ദഹിപ്പിച്ചവനായ മഹാദേവനോടും ജഗഡിഷേ യുദ്ധം ചെയ്തു അല്ലെങ്കിൽ എതിർത്തു. ഹിമവൽ പുത്രിയായിരിക്കുന്ന പാർവതി ദേവിയുടെ നാഥനായ മഹാദേവൻ തൻ്റെ ഭൂതഗണങ്ങളോടുകൂടി വന്ന് യാദവ സേനയെ നിരോധിച്ചു. അത് കഴിഞ്ഞിട്ട് അതിബലശാലിയായ ബാണാസുരൻ യുയുധാനൻ എന്നു പേരായ സാത്വകിയോടുകൂടി എതിരിട്ടു. പ്രദ്യുമ്നോട് മഹാദേവപുത്രനായ സുബ്രഹ്മണ്യൻ എതിരിട്ടു. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം ത്രിപുരദഹനനായ മഹാദേവനോടും എതിർത്ത് യുദ്ധം ചെയ്തു. പുരീപാലശൈല പ്രിയ ദുഹിതൃനാഥോസ്യ ഭഗവാൻ സമംഭൂതവ്രാതൈര്യതുബലമശങ്കം നിരുരുധേ മഹാപ്രാണോ ബാണോ ജഡിതി യുയുധാനേന യുയുധേ ഗുഹ പ്രദ്യുമ്നേന ത്വമപി പുരഹന്ത്ര ജഗഡിഷേ നിരുദ്ധാശേഷാസ്ത്രേ മുമുഷിതവാസ്ത്രേണ ഗിരിശേ ത്രുതാ ഭൂതാ ഭീതാ പ്രമദകുലവീരാ പ്രമദിതാ പരാസ്കന്ദസ്കന്ദ കുസുമശരബാണൈശ്ച സജീവാഃ സകുംഭാണ്ഡോ ഭാണ്ഡം നവമിവ ബലേനാശു ബിബിദേ നിരുദ്ധ അശേഷ അസ്ത്രേ മുമുഹുഷി തവ അസ്ത്രേണ ഗിരിശേ ദ്രുതാ ഭൂതാ ഭീതാഃ പ്രമദകുലവീരാः പ്രമദിതാഃ പരാസ്കന്ദസ്കന്ദഃ കുസുമശരബാണൈഃ ച സജീവഃ സഹ കുംഭാണ്ഡഃ ഭാണ്ഡം നവം ഇവ ബലേന ആശു ബിബിദേ നിരുദ്ധ അശേഷാസ്ത്രേ മുമുഹുഷി തവ അസ്ത്രേണ ഗിരിശേ ഗിരിശൻ മഹാദേവൻ ശ്രീകൃഷ്ണ ഭഗവാൻ നേരെ പ്രയോഗിച്ച എല്ലാ അസ്ത്രങ്ങളെയും ശ്രീകൃഷ്ണ ഭഗവാൻ നിരോധിച്ചു, തടഞ്ഞു. അത് കഴിഞ്ഞിട്ട് തവ അസ്ത്രേണ ശ്രീകൃഷ്ണ ഭഗവാൻ അയച്ച അസ്ത്രം കൊണ്ട് മുമുഹുഷി മഹാദേവൻ മോഹിതനായപ്പോൾ ദ്രുതാ ഭൂതാ ഭീതാഹ അപ്പോൾ ഭൂതഗണങ്ങളൊക്കെ ഭയന്ന് ഓടിപ്പോയി. പ്രമദകുലവീരാഹ പ്രമദിതാഹ ആ പ്രമദഗണ പുങ്കവന്മാരൊക്കെ മർദ്ദിക്കപ്പെട്ടു. അവരെല്ലാം ധാരാളം പീഡനങ്ങൾ ഏറ്റുവാങ്ങി. പരാസ്കന്ദസ്കന്ദഃ കുസുമശരബാണൈഹി ആ കുസുമശരം ബാണമായുള്ള മന്മഥൻ ആകുന്ന പ്രദ്യുമ്നൻ സ്കന്ദനെ പരാജയപ്പെടുത്തി. അത് കഴിഞ്ഞ് സജീവഃ സഹ കുംഭാണ്ഡഃ ബാണൻ്റെ മന്ത്രിയായിരുന്ന കുംഭാണ്ഡനെ ഭാണ്ഡം നവമിവ ഒരു പുതിയ കലം എങ്ങനെയാണോ ഉടയ്ക്കുന്നത് അതുപോലെ ബലേന ആശുബിബിദേ ബലഭദ്രരാൽ തകർക്കപ്പെട്ടു. ശ്രീകൃഷ്ണ ഭഗവാനും പ്രദ്യുമ്നോടും യാദവ സൈന്യത്തോടും ഒക്കെ എതിരിട്ട് വന്ന മഹാദേവനും ഗുഹനും ഒക്കെ പരാജിതരായി. ആ സമയത്ത് ഭൂതഗണങ്ങളൊക്കെ ഓടി ഒളിച്ചു. സ്കന്ദനും പ്രദ്യുമ്നാൽ പരാജിതനായി. അത് കഴിഞ്ഞ് ബാണാസുരൻ്റെ മന്ത്രിയായിരുന്ന കുംഭാണ്ഡനെ ഒരു പുതുകലം ഉടയ്ക്കുന്നത് പോലെ ബലഭദ്രദേവൻ ഉടച്ചു എന്നുമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇവിടെ ബാണാസുരൻ്റെ ഉപാസനാമൂർത്തിയായ മഹാദേവൻ ബാണാസുരൻ്റെ സമർപ്പണങ്ങളിലൊക്കെ സന്തുഷ്ടനായിരുന്ന മഹാദേവൻ സകുടുംബമാണ് വന്ന് ബാണാസുരൻ്റെ പുരത്തിന് കാവൽ നിന്നിരുന്നത്.
അവിടെ ആരൊക്കെ വന്ന് ആക്രമിച്ചാലും അവരെയൊക്കെ പ്രതിരോധിക്കാൻ മഹാദേവനും പുത്രനും ഭൂതഗണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ശ്രീകൃഷ്ണ ഭഗവാനും പ്രദ്യുമ്നനും യാദവ സൈന്യവും ഒക്കെ ചേർന്ന് തുരത്തി ഓടിച്ച്, കൂടാതെ ബാണാസുരൻ്റെ മന്ത്രിയായ കുംഭാണ്ഡനെ വധിക്കുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നിരുദ്ധാശേഷാസ്ത്രേ മുമുഹുഷിതവാസ്ത്രേണ ഗിരിശേ ധൃതാ ഭൂതാ ഭീതാ പ്രമദകുലവീരാ പ്രമദിതാ പരാസ്കന്ദസ്കന്ദ കുസുമശരബാണൈശ്ച സജീവ സകുംഭാണ്ഡോ ഭാണ്ഡം നവമിവ ബലേനാശുബിബിദേ ചാപാനാം പഞ്ചശത്യാ പ്രസവമുപഗതേ ഛിന്നചാവേദബാണേ വ്യർത്തേയാദേ സമേതോ ജ്വരപതിരശനൈരജ്വരീ ത്വജ്വരേണ ജ്ഞാനേ സ്തുത്വാ ദദത്വാ തവ ചരിതജുഷാം വിജ്വരം സജ്വരോഗാത് പ്രായോന്തർജ്ഞാനവന്തോപിജ ബഹുതമസാ രൗദ്രചേഷ്ടാ ഹി രൗദ്രാ ചാപാനാം പഞ്ചശത്യാ പ്രസവം ഉപഗതേ ഛിന്നചാപേ അധ ബാണേ വ്യർത്ഥേയാദേ സമേതഃ ജ്വരപതിഃ അശനൈഃ അജ്വരി ത്വജ്വരേണ ജ്ഞാനേ സ്തുത്വാ അധ ദത്വാ തവ ചരിതജുഷാം വിജ്വരം സഹ ജ്വരഃ അഗാദ് പ്രായഃ അന്തഃ ജ്ഞാനവന്തഃ അപി ച ബഹുതമസാ രൗദ്രചേഷ്ടാഃ ഹി രൗദ്രാഃ ചാപാനാം പഞ്ചശത്യാ 500 വില്ലുകളുമായിട്ട് പ്രസവമുപഗതേ 1000 കൈകളുള്ള ബാണാസുരൻ തൻ്റെ 500 കൈകളിൽ വില്ലുമായിട്ട് പ്രസവമുപഗതേ വളരെ ശക്തിയോടുകൂടി വന്ന് ഭഗവാനോട് എതിർത്തപ്പോൾ ഛിന്നചാപേ അധ ബാണേ വ്യർത്ഥേയാതേ തൻ്റെ 500 വില്ലും ഭഞ്ജിക്കപ്പെട്ടു ഭഗവാനാൽ. അത് കഴിഞ്ഞ് വെറുതെ മടങ്ങിപ്പോകേണ്ടതായി വന്നു ബാണന്. ആ സമയത്ത് സമേതഃ ജ്വരപതി, ആ സമയത്ത് എത്തിച്ചേർന്ന ശിവജ്വരങ്ങൾ, അവർ ജ്വരപതി അശനൈഹി അജ്വരി ത്വജ്വരേണ, ഒരു ത്വജ്വരേണ വിഷ്ണു ജ്വരങ്ങളാൽ വളരെയധികം തപിക്കപ്പെട്ടവരായി ഈ ശിവജ്വരങ്ങൾ. ജ്ഞാനീ സ്തുത്വ, അപ്രകാരം തപിക്കപ്പെട്ടപ്പോൾ അവർക്കെല്ലാം ആശയബോധമുണ്ടായി. അവരെല്ലാവരും, ആ ശിവജ്വരങ്ങളെല്ലാവരും ഭഗവാനെ, ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ചു. എന്നിട്ട് ദത്വാ തവ ചരിതജുഷാം വിജ്വരം, ആരൊക്കെയാണോ ശ്രീകൃഷ്ണ ഭഗവാന്റെ അപദാനങ്ങളെ കീർത്തനം ചെയ്യുന്നത് അവരെയൊന്നും ഈ ശിവജ്വരങ്ങൾ ബാധിക്കുകയില്ല എന്നുള്ള ഒരു അനുഗ്രഹവും കൂടി കൊടുത്തിട്ടാണ് സഹ ജ്വരഃ അഗാദ് അവർ മടങ്ങിപ്പോയത്. പ്രായഃ അന്തർജ്ഞാനവന്തഃ അപി, ഈ ശിവജ്വരങ്ങളൊക്കെ അവർ ഉള്ളിൽ അറിവുള്ളവരാണ്, പക്ഷേ ബഹുതമസ, അവരെ ബാധിച്ചിരിക്കുന്ന തമോ ഗുണം ഹേതുവായിട്ട് അവരൊക്കെ രൗദ്രചേഷ്ടാഹി രൗദ്രാഹ, ആ രുദ്രൻ്റെ അനുചരന്മാരായിരിക്കുന്ന ഈ ശിവജ്വരങ്ങളൊക്കെ രൗദ്രചേഷ്ടാഹ, ക്രൂരങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നവരായിപ്പോയി എന്നാണ് പറയുന്നത്. ഇവിടെ ബാണാസുരൻ തൻ്റെ 1000 കൈകളിൽ 500 കൈകളെ കൊണ്ട് വില്ലും 500 കൈകളിൽ അമ്പുമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ എതിർക്കാൻ വന്നപ്പോൾ ഈ 500 വില്ലുകളും ശ്രീകൃഷ്ണ ഭഗവാനാൽ ഭഞ്ജിക്കപ്പെട്ടപ്പോൾ വെറുതെ മടങ്ങിപ്പോകേണ്ടതായി വന്നു ബാണാസുരൻ. ആ സമയത്താണ് ബാണാസുരൻ്റെ പുരം കാക്കാൻ നിന്നിരുന്ന മഹാദേവൻ്റെ ജ്വരങ്ങൾ, ശിവജ്വരം, അവരെല്ലാവരും വന്ന് ശ്രീകൃഷ്ണ ഭഗവാനോട് എതിർക്കാൻ നിന്നപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റേതായ വിഷ്ണുജ്വരങ്ങൾ അവരോട് എതിർത്തു. അവരെല്ലാം പരാജിതരായി. ആ ശിവജ്വരങ്ങൾ ഇപ്രകാരം വിഷ്ണുജ്വരങ്ങളാൽ തപിക്കപ്പെട്ടപ്പോൾ അവർക്കൊക്കെ ആത്മബോധം ഉണ്ടായിട്ട് അവർ ആരെല്ലാമാണോ ശ്രീകൃഷ്ണ ഭഗവാന്റെ അപദാനങ്ങളെ പുകഴ്ത്തിപ്പാടുന്നത് അവരെയൊന്നും ഈ ശിവജ്വരങ്ങൾ ബാധിക്കുകയില്ല എന്നുള്ള അനുഗ്രഹത്തെ കൂടി കൊടുത്തിട്ടാണ് മടങ്ങിപ്പോയത്.
അപ്പോഴാണ് മേൽപ്പത്തൂർ പറയുന്നത്, ഈ ശിവജ്വരങ്ങൾ പ്രായേണ അവരുടെ ഉള്ളിൽ ജ്ഞാനമുള്ളവരാണ് എന്നിരിക്കലും അവരുടെ ഉള്ളിലുള്ള ആ തമോ ഗുണം പ്രേരിപ്പിക്കുന്നത് നിമിത്തമായിട്ട് അവർ ചെയ്യുന്ന കർമ്മങ്ങൾ ഒക്കെ ക്രൂരകർമ്മങ്ങളായി പോകുന്നു എന്നാണ്. നമ്മളിലും ഓരോരുത്തരിലും ഉറങ്ങിക്കിടക്കുന്ന ഈ തമോ ഗുണമാണ് നമ്മളെക്കൊണ്ട് പലപ്പോഴും ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. കേവലം കർമ്മങ്ങളെ കൊണ്ട് അവിടെ തീരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൻ്റെ വിഷമത. എന്തെല്ലാം ക്രൂരകർമ്മങ്ങൾ ആ തമോ ഗുണത്താൽ പ്രചോദിതരായിട്ട് നമ്മൾ അനുഷ്ഠിക്കുന്നുവോ അതിൻ്റെ എല്ലാം പരിണിത ഫലം കൂടി നമ്മൾ അനുഭവിക്കേണ്ടതായ ഒരു ഗതികേട് നമ്മളിലേക്ക് വന്നു ചേരുന്നു. അതുകൊണ്ട് സദാസമയവും ഈ തമോ ഗുണത്തിൻ്റെ ആവേശത്തിൽ നിന്ന് മുക്തരാവാൻ വേണ്ടി സദാസമയവും ജാഗരൂകരായിരിക്കണം എന്നുകൂടി നമ്മളെ ഈ ശ്ലോകം ഓർമ്മിപ്പിക്കുന്നു. ചാപാനാം പഞ്ചശത്യാ പ്രസവമുപഗതേ ഛിന്ന ചാവേദബാണേ വ്യർത്തേയാദേ സമേതോ ജ്വരപതിരശനൈരജ്വരീ ത്വജ്വരേണ ജ്ഞാനേ സ്തുത്വാ ദദത്വാ തവ ചരിതജുഷാം വിജ്വരം സജ്വരോഗാത് പ്രായോന്തർ ജ്ഞാനവന്തോ ബിജ ബഹുതമസാ രൗദ്രചേഷ്ടാ ഹി രൗദ്രാ ബാണം നാനായുധോഗ്രം പുനരവിപതിതം ദർപ്പദോഷാത് വിതന്വൻ നിർലൂനാശേഷദോഷം സപതി ബുബുദുഷാ ശങ്കരേണോപഗീത തത്വാജാശിഷ്ടബാഹു ദ്വിതയമുഭയദോ നിർഭയം തത്പ്രിയം തം മുക്ത്വാ ദത്തമാനോ നിജപുരമഗമസാനിരുദ്ധ സഹോഷ ബാണം നാനാ ആയുധ ഉഗ്രം പുനഃ അഭിപതിതം ദർപ്പദോഷാത് വിതന്വൻ നിർലൂന അശേഷദോഷം സപതി ബുബുദുഷ ശങ്കരേണ ഉപഗീത തത്വാച ശിഷ്ടബാഹുദ്വിതയം ഉപയതഃ നിർഭയം തത്പ്രിയം തം മുക്ത്വാ തദ്ദത്തമാനഃ നിജപുരം അഗമഃ സാനിരുദ്ധഃ സഹോഷഃ ബാണം നാനായുധോഗ്രം പുനഃ അഭിപതിതം. ബാണാസുരൻ വീണ്ടും പല വിധം ആയുധങ്ങളൊക്കെ ആയിട്ട് വളരെ ശക്തിയോടുകൂടി വന്ന് ശ്രീകൃഷ്ണ ഭഗവാനോട് എതിർത്തു. ദർപ്പദോഷാത് വിതന്വൻ, വളരെയധികം അഹങ്കാരം കൊണ്ടാണ് വീണ്ടും ബാണാസുരൻ ശ്രീകൃഷ്ണ ഭഗവാനോട് എതിരിടാൻ വന്നത്. അപ്പോൾ നിർലൂന അശേഷദോഷം, അയാൾക്ക് ഉണ്ടായിരുന്ന ദോഷം എന്ന് പറഞ്ഞാൽ അയാളുടെ കൈകളായിരുന്നു, 1000 കൈകൾ. നിർലൂന അശേഷദോഷം സപതി ബുബുദുഷ ശങ്കരേണ ഉപഗീത, അയാളുടെ എല്ലാ കൈകളും ശ്രീകൃഷ്ണ ഭഗവാൻ മുറിച്ചു വിടുന്ന ആ സമയത്ത് സപതി ബുബുദുഷ ശങ്കരേണ ഉപഗീത, അപ്പോൾ ബോധോദയമുണ്ടായ മഹാദേവൻ ഉപഗീത ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ചു. തത്വാച, ആ മഹാദേവൻ്റെ വാക്കുകൾ അനുസരിച്ചിട്ട് ശിഷ്ടബാഹു ദ്വിതയം ഉഭയത, ഉഭയത 2 ഭാഗത്തും ദ്വിതയം 2 വീതം ബാഹുക്കളെ അവശേഷിപ്പിച്ചു. 2 ഭാഗത്തും 2 കൈകളെ വീതം അവശേഷിപ്പിച്ച് ബാക്കിയൊക്കെ മുറിച്ചു കളഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ. എന്നിട്ട് നിർഭയം തത്പ്രിയം, അയാളെ ഭയം ഒന്നും കൂടാതെ അയാളെ വിട്ടയച്ചു. തം മുക്ത്വ, അയാളെ ശ്രീകൃഷ്ണ ഭഗവാൻ വിട്ടയച്ചു. അത് കഴിഞ്ഞപ്പോൾ തദ്ദത്തമാനഃ, അയാളാൽ നൽകപ്പെട്ട ഉഷഃ, ഉഷ എന്ന് പറയുന്ന മകളോടുകൂടി സഹോഷഃ, ഉഷയോടുകൂടി നിജപുര അഗമഃ സാനിരുദ്ധഃ, ദ്വാരകാപുരിയിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ അനിരുദ്ധനോടുകൂടി ബാണൻ്റെ പുത്രിയായ ഉഷയോടുകൂടി ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നു. ബാണാസുരൻ്റെ 1000 കൈകളായിരുന്നു അയാൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ദോഷം. തന്നെയുമല്ല, തൻ്റെ ഭക്തി മൂലം മഹാദേവനെ പോലും തൻ്റെ ദാസനാക്കി വച്ചിരിക്കുകയായിരുന്നു ബാണാസുരൻ. ബാണാസുരന് ഇപ്രകാരം ഒരു
വരം കൊടുക്കുമ്പോൾ മഹാദേവൻ തന്നെ പറഞ്ഞിരുന്നു, നിൻ്റെ അഹങ്കാരം നശിപ്പിക്കാനായിട്ട് ഒരാൾ തീർച്ചയായും എത്തുമെന്നും അന്ന് നിൻ്റെ കൊടി താഴെ വീഴും എന്നുമെല്ലാം പറഞ്ഞിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ബാണാസുരനോട് എതിരിടാൻ വന്നപ്പോൾ ബാണാസുരൻ്റെ കൊടി താഴെ വീഴുകയും ചെയ്തിരുന്നു. വന്നിരിക്കുന്നയാൾ തീർച്ചയായും എൻ്റെ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്ന ആളാണ് എന്ന് ബാണാസുരൻ മനസ്സിലാക്കുക തന്നെ ചെയ്തിരുന്നു. അങ്ങനെ ആ ബാണാസുരൻ വീണ്ടും ഉഗ്രങ്ങളായ ആയുധങ്ങളുമായിട്ട് വീണ്ടും ശ്രീകൃഷ്ണ ഭഗവാനോട് എതിർക്കാൻ ഉഗ്രമായ കോപത്തോടുകൂടി വന്നുവെങ്കിലും അയാളുടെ എല്ലാ ദോഷങ്ങളെയും ഭഗവാൻ ഒന്നൊന്നായി മുറിച്ചു മാറ്റുമ്പോൾ ആ സമയത്ത് മഹാദേവൻ്റെ സ്തുതികളിൽ ഒക്കെ പ്രസന്നനായ ശ്രീകൃഷ്ണ ഭഗവാൻ മഹാദേവനാൽ പ്രാർത്ഥിക്കപ്പെട്ട രീതിയിൽ ബാണാസുരനെ രണ്ട് ഭാഗത്തും രണ്ട് കൈകൾ വീതം ശേഷിക്കുന്ന രീതിയിലാക്കിയിട്ട് അയാളെ എല്ലാ ഭയത്തിൽ നിന്നും മുക്തനാക്കി. ആ സമയത്ത് ബാണാസുരൻ തൻ്റെ മകളെ അനിരുദ്ധനായിക്കൊണ്ട് വിവാഹം ചെയ്തു കൊടുത്തു. ശ്രീകൃഷ്ണ ഭഗവാനും അനിരുദ്ധനും ഉഷയും എല്ലാം ആ വിവാഹ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് തിരികെ ദ്വാരകയിലേക്ക് എത്തി. ബാണം നാനായുധോഗ്രം പുനരഭിപതിതം ദർപ്പദോഷാത്വിതന്വൻ നിർലൂനാശേഷദോഷം സപതി ബുബുദുഷാ ശങ്കരേണോപഗീത തദ്വാചാശിഷ്ടബാഹു ദ്വിതയമുപയതോ നിർഭയം തത്പ്രിയം തം മുക്ത്വാ തദ്ദത്തമാനോ നിജപുരമഗമസാരിരുദ്ധ സഹോഷ ബഹുസ്താവത് ശക്രം വരുണമജയോ നന്ദഹരണേ യമം ബാലാനീതൗ ദവദഹനപാനേ നിലസഖം വിധിം വത്സസ്തേയേ ഗിരിശമിഹ ബാണസ്യ സമരേ വിഭോ വിശ്വോത്കർഷി തദയമവതാരോ ജയതി തേ മുഹുഹു താവത് ശക്രം വരുണം അജയഃ നന്ദഹരണേ യമം ബാലാനീതൗ ദവദഹനപാനേ അനിലസഖം വിധിം വത്സസ്തേയേ ഗിരിശം ഇഹ ബാണസ്യ സമരേ വിഭോ വിശ്വോത്കർഷി തദയം അവതാരഃ ചേതി തേ മുഹു താവത് ശക്രം വരുണം അജയഃ നന്ദഹരണേ യമം ബാലാനീതൗ ദവദഹനപാനേ അനിലസഖം വിധിം വത്സസ്തേയേ ഗിരിശം ഇഹ ബാണസ്യ സമരേ വിഭോ വിശ്വോത്കർഷി തദയം അവതാരഃ ജയതി തേ മുഹുസ്താവശക്രം ശക്രൻ ഇന്ദ്രനെ പലതവണ ഭഗവാൻ പരാജയപ്പെടുത്തി. ഗോവർദ്ധന ഉദ്ധാരണ ലീലയിലും പാരിജാതം അപഹരിക്കുന്ന ആ ലീലകളിലും ഒക്കെ ഇന്ദ്രനെ ഭഗവാൻ പരാജയപ്പെടുത്തി. വരുണം അജയഃ നന്ദഹരണേ ആ വരുണൻ നന്ദഗോപരെ പിടിച്ചുകൊണ്ടുപോയി. അവിടെ നിന്നും തിരികെ നന്ദഗോപരെ വീണ്ടെടുക്കാനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ചെന്നപ്പോൾ ആ വരുണനെയും ജയിച്ചിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വന്നത്. അതുപോലെ തന്നെ യമം ബാലാനീതൗ ബാലനെ ആനീതമാക്കുന്നതിനായിക്കൊണ്ട് സന്ദീപന മഹർഷിയുടെ പുത്രനെ യമലോകത്ത് ചെന്ന് യമൻ്റെ അടുത്തു നിന്നും വീണ്ടെടുത്ത് കൊണ്ടുവന്നപ്പോൾ ആ യമനെയും ശ്രീകൃഷ്ണ ഭഗവാൻ ജയിച്ചു. ദവദഹനപാനേ അനിലസഖം ഗാണ്ഡവ വനം ദഹിപ്പിച്ചുകൊണ്ട് കാട്ടുതീയൊക്കെ വിഴുങ്ങിയ സമയത്ത് വത്സങ്ങളെയും ഗോപാൽമാരെയും ഒക്കെ രക്ഷിച്ച ആ സമയത്ത് അഗ്നിയെയും ഭഗവാൻ ജയിച്ചു. അതുപോലെ തന്നെ വിധിം വത്സസ്തേയേ ഈ വത്സാപഹരണം എന്ന ലീല നടത്തിയ ബ്രഹ്മദേവനെയും ശ്രീകൃഷ്ണ ഭഗവാൻ ജയിച്ചു. ഗിരിശം ഇഹ ബാണസ്യ സമരേ ഈ ബാണയുദ്ധത്തിലാവട്ടെ മഹാദേവനെയും ശ്രീകൃഷ്ണ ഭഗവാൻ ജയിച്ചിരിക്കുന്നു. അല്ലയോ ഭഗവാനെ വിശ്വോത്കർഷി തദ് അയം അവതാരഃ അങ്ങയുടെ ഈ അവതാരം ആകുന്ന ശ്രീകൃഷ്ണ സ്വരൂപം ജയതി തേ വിശേഷേണ ജയിച്ചാലും. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ അവതാരത്തിൽ ഇന്ദ്രനെ പലതവണ തോൽപ്പിച്ചു. വരുണ ഭഗവാനെ
നന്ദഹരണത്തിലൂടെ തോൽപ്പിച്ചു. ഗുരുപുത്രനെ തിരികെ കൊണ്ടുവരുന്നതിന് ആയിക്കൊണ്ട് യമനെ ജയിച്ചു. കാട്ടുതീയിൽപ്പെട്ട ഗോക്കളെയും ഗോപാൽമാരെയും ഒക്കെ രക്ഷിച്ച ആ സമയത്ത് അഗ്നിയെ ജയിച്ചു ഭഗവാൻ. വത്സസ്തേയം എന്ന് പറയുന്ന ലീലയിൽ ബ്രഹ്മദേവനെ ജയിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ. ഇപ്പോൾ ഇതാ ഈ ബാണയുദ്ധത്തിൽ വെച്ചിട്ട് മഹാദേവനെയും ശ്രീകൃഷ്ണ ഭഗവാൻ ജയിച്ചിരിക്കുന്നു. അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, അങ്ങയുടെ ഈ പൂർണ്ണ പുണ്യാവതാരം എന്ന് ആദ്യം മേൽപ്പത്തൂർ വിശേഷിപ്പിച്ച ഈ അവതാരം വിജയിക്കട്ടെ എന്ന് പറയുകയാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ. ശ്രീകൃഷ്ണാവതാരം മറ്റെല്ലാ അവതാരങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് എന്ന് നിസ്സംശയം പ്രഖ്യാപിക്കുന്ന ഒരു ശ്ലോകമാണ് ഇത്. എന്തുകൊണ്ടും ഭഗവാന്റെ അവതാരങ്ങൾ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠവും കൃഷ്ണാവതാരമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. മുഹുസ്താവശ്ചക്രം വരുണമജയോ നന്ദഹരണേ യമംബാലാനീതൗ ദവദഹനപാനേ നിലസഖം വിധിം വത്സസ്തേയേ ഗിരിശമിഹ ബാണസ്യ സമരേ വിഭോ വിശ്വോത്കർഷി തദയമവതാരോ ജയതി തേ ദ്വിചരുഷാകൃകലാസവബുർദരം നൃകനൃപം ത്രിദിവാലയമാപയൻ നിജജനേ ദ്വിജഭക്തിമനുത്തമാം ഉപദിശൻ പവനേശ്വര പാഹി മം. ദ്വിജരുഷ കൃകലാസവബുർദരം നൃകനൃപം ത്രിദിവാലയം ആപയൻ നിജജനെ ദ്വിജഭക്തിം അനുത്തമാം ഉപദിശൻ ഭവനേശ്വര പാഹിമാം. ദ്വിജരുഷ കൃകലാസവബുർദരം നൃഗനൃപം. ബ്രാഹ്മണ കോപം മൂലം ഒരു ഓന്തിൻ്റെ ശരീരം എടുക്കേണ്ടി വന്ന ആ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് നൃഗൻ എന്ന് പറയുന്ന രാജാവിനെ ത്രിദിവാലയം ആപയൻ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ. എന്നിട്ട് നിജജനെ തൻ്റെ ആൾക്കാർക്കിടയിൽ ദ്വിജഭക്തിം അനുത്തമാം ഉപദിശൻ, ബ്രാഹ്മണ ഭക്തി അത്യന്താപേക്ഷിതമാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണരോടുള്ള ഭക്തി ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് ഭഗവാൻ യാദവരോടൊക്കെ ഉപദേശിച്ചു. അപ്രകാരമുള്ള പവനേശ്വര ഗുരുവായൂരപ്പ മാം പാഹി, എന്നെ രക്ഷിക്കണേ. ദ്വിജരുഷ കൃകലാസവബുർദരം നൃഗനൃപം. ഈ നൃഗൻ എന്ന് പേരായ രാജാവിന് ഒരിക്കൽ ഒരു ബ്രാഹ്മണ ശാപം കിട്ടാൻ ഇടയായി. ഈ നൃഗൻ എന്ന രാജാവ് വളരെ ദാനശീലനായിരുന്നു. അദ്ദേഹം നിത്യവും ആയിരക്കണക്കിന് ഗോക്കളെ ദാനം ചെയ്യുന്ന ശീലമുള്ളയാളായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ദാനം ചെയ്ത 1000 പശുക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പശു തിരികെ രാജാവിൻ്റെ പശുത്തൊഴുത്തിലേക്ക് മടങ്ങിപ്പോന്നു. ഈ വിവരം രാജാവ് അറിഞ്ഞില്ല. അടുത്ത ദിവസം വീണ്ടും മറ്റൊരു ബ്രാഹ്മണന് 1000 പശുക്കളെ ദാനം ചെയ്തപ്പോൾ ഈ തലേന്ന് മടങ്ങിപ്പോകുന്ന പശുവും രണ്ടാമത്തെ ബ്രാഹ്മണന് കൊടുത്ത പശുക്കളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അത് രാജാവ് അറിഞ്ഞതേയില്ല. പക്ഷേ ഈ പശുവിനെ ചൊല്ലി ആ 2 ബ്രാഹ്മണർ തമ്മിൽ തർക്കത്തിനിടയായപ്പോൾ അവർ രണ്ടുപേരും രാജാവിനെ സമീപിച്ചു. രാജാവ് അവരോട് കേണപേക്ഷിച്ചു, നിങ്ങൾ ഈ തർക്കം അവസാനിപ്പിക്കണം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി 10,000 ഗോക്കളെ ഞാൻ വേറെ നൽകാം എന്ന് പറഞ്ഞെങ്കിലും ആ ബ്രാഹ്മണർ പിന്മാറിയില്ല. അവർ രണ്ടുപേരും ഈ നൃഗമഹാരാജാവിനെ ശപിക്കുകയാണ് ചെയ്തത്. ആ ശാപത്തിന് അനുസൃതമായിട്ട് ഈ നൃഗൻ എന്ന രാജാവ് ഒരു ഓന്തായിട്ട് പരിണമിച്ചു. ആ ഓന്തായി കിടന്നത് ദ്വാരകാപുരിയിലെ ഒരു പൊട്ടക്കിണറ്റിൽ വലിയ ഒരു ഓന്തിൻ്റെ ആകൃതിയിലാണ് കിടന്നിരുന്നത്. അവിടെ കൃഷ്ണപുത്രന്മാർ അവരുടെ കുട്ടിക്കളികളുമായിട്ട് നടക്കുന്ന സമയത്ത് അവരുടെ പന്ത് ഈ പൊട്ടക്കിണറ്റിൽ വീണു. ആ പന്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവർ കണ്ടെത്തിയ ഈ അത്ഭുത ജീവി, ഈ ഓന്തിനെ പിടിച്ചു കയറ്റാൻ അവർ പരമാവധി ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല. ഈ വിവരം ഈ കൃഷ്ണപുത്രന്മാർ ചെന്ന് ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ വന്ന് തൻ്റെ
ഇടത് കൈ നീട്ടിക്കൊടുത്തപ്പോൾ ആ ഓന്ത് ഭഗവാന്റെ കയ്യിൽ പിടിച്ച് കയറി ആ ഓന്തിൻ്റെ ശരീരം ഉപേക്ഷിച്ചിട്ട് ദിവ്യമായ രൂപം ധരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഇവിടെ ബ്രാഹ്മണ ഭക്തി ഏറ്റവും ശ്രേഷ്ഠമാണെന്നും അവരെ യാതൊരു പ്രകാരത്തിലും ഉപദ്രവിക്കരുതെന്നും ഏതെങ്കിലും ഉപദ്രവം നമ്മൾ അറിവില്ലായ്മ മൂലമാണ് ഏൽപ്പിക്കുന്നത് എങ്കിൽ പോലും അതിൻ്റെ ദുരന്തമായ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും എന്നുമെല്ലാം നമ്മളെ ഈ ഒരു കഥാകോളത്തിലൂടെ ഓർമ്മിപ്പിച്ചു തരികയാണ്. ദ്വിജരുഷാകൃകലാസവബുർദ്ധരം നൃഗനൃപം ത്രിദിവാലയമാപയൻ നിജജനേ ദ്വിജഭക്തിമനുത്തമാം ഉപദിശൻ പവനേശ്വര പാഹി മാം.